ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കിന്നൊരു ഓഫ് ഡേ ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സൺഡേ അല്ലേ, എല്ലാവർക്കും ഓഫ് അല്ലേ, ഇതെന്താ ഇപ്പം ഇത്ര പറയാമെന്ന്. എന്നാൽ അങ്ങനെയല്ല, സൺഡേ ഓഫില്ലാത്ത ചില ജോലികളുണ്ട്. അതിലൊരു കാറ്റഗറി പെടുന്നതാണ് ഞാൻ. എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് ഐ എം എ നേഴ്സ് കറൻ്റ്ലി വർക്കിംഗ് ഇൻ ജർമ്മനി. ഞാൻ ജർമ്മനിയിൽ എത്തിയിട്ട് ഏകദേശം ഒരു 3 മാസമായി കേട്ടോ. ഞാൻ 2022 നേഴ്സിംഗ് പാസ് ഔട്ട് ആയത്. അതിനുശേഷം ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്കിന് കയറി. ഒരു വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരുന്നത്. ഓൺലൈനായിട്ട് തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതിന് ഏകദേശം ഒരു 8 മാസം എടുത്തു എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ലാംഗ്വേജിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എക്സാം എഴുതാനുള്ള തത്രപ്പാടായിരുന്നു. ആ സമയത്തൊക്കെ ഇന്ത്യയിലെ എക്സാമിന് ഡേറ്റ് കിട്ടാൻ വളരെ എളുപ്പമായതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് പിടിച്ച് മലേഷ്യ വരെ പോകേണ്ടി വന്നു. അതെ, മലേഷ്യയിലെ ഗോയത്തെ സെൻറ്ററിൽ നിന്നായിരുന്നു ഞാൻ എക്സാം എഴുതിയത്. അങ്ങനെ എക്സാം എഴുതി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ടും വന്ന് അതിനുശേഷം പിന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള ഓട്ടത്തിലായി. ഒരു 3-4 ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ 1-2 കട്ട ഫ്ലോപ്പ് ആയിരുന്നു. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് തന്നെ. ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ ജർമ്മൻ പഠിച്ചു എന്ന് പറഞ്ഞാലും ഇനി B2 സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് പെട്ടെന്നൊരു ജർമ്മൻകാരനോ അല്ലെങ്കിൽ ജർമ്മൻകാരും എൻ്റെ അടുത്ത് ജർമ്മൻ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൽ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് 1-2 ഇൻ്റർവ്യൂ ഒക്കെ ആദ്യത്തെ എനിക്ക് കട്ട ഫ്ലോപ്പായി എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ പിന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തും കുറച്ച് സ്പീക്കിംഗ് ക്ലാസ്സുകളൊക്കെ പിന്നെ എടുത്തതിന് ശേഷം കഴിഞ്ഞ മെയ്യിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു 8 മാസം എടുത്തു കേട്ടോ നമ്മുടെ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ ജർമ്മനിയിൽ എത്താനായിട്ട്. അങ്ങനെ കഴിഞ്ഞ ജനുവരിയിലാണ് നമ്മൾ ജർമ്മനിയിൽ എത്തിയത്. ഇപ്പോൾ 3 മാസമായിട്ട് ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻട്രോ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, എനിക്ക് അറിയാം. അതെല്ലാം എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. വരുന്ന വീഡിയോകളിൽ നമുക്ക് നമ്മുടെ ജർമ്മനിയിലെ ലൈഫും അതുപോലെ തന്നെ ഒരു നേഴ്സായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.